കരിമം ഇടഗ്രാമത്തില് മരുതൂർക്കടവിലെ താമസിക്കുന്ന അഖിൽ എന്ന 26 വയസ്സുകാരനെ അതിക്രൂരമായി കൊലപ്പെടുത്തുന്ന രംഗം CCTV ദൃശ്യത്തിൽ കൂടി കേരളം മുഴുവൻ കണ്ടു, ലോകം മുഴുവൻ കണ്ടു. എത്ര നീചമായ ഒരു കൊലപാതകമായിരുന്നു അത്. ഇന്നലെ വൈകിട്ട് 4:45 ഈ സംഭവം. അഖിൽ എന്ന കരിമം ഗ്രാമത്തിലെ ഇടഗ്രാമത്തിലെ മരുതൂർക്കടവിലെ ഒരു പെറ്റ് ഷോപ്പ് അലങ്കാര മത്സ്യങ്ങളും ഒക്കെ വിൽക്കുന്ന ഒരു പയ്യനാണ് 26 വയസ്സുകാരൻ. വിളാവിള വീട്ടിലെ കുമാറിന്റെയും സുനിതയുടെയും മകനാണ്. കഴിഞ്ഞ ദിവസം ബാറിൽ വെച്ചുണ്ടായ ഒരു തർക്കമാണ് ഇതിന്റെ കാരണമെന്നാണ് DCP നിതിൻ രാജു പറയുന്നത്. എന്തായാലും ആ കൊലപാതക ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നു. അയാളെ ഒരു ഇന്നോവ കാറിൽ നിന്ന് അവൻ്റെ അലങ്കാര മത്സ്യങ്ങൾ വിൽക്കുന്ന ഷോപ്പിൻ്റെ അവിടുന്ന് വിളിച്ചു കയറ്റി കാറിൽ നിന്ന് മരുതൂർക്കടവിൽ വിജനമായ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി അവനെ കൊലപ്പെടുത്തുന്ന രംഗമാണ്. ഒരാൾ കാറിൽ തന്നെ ഇരുന്നു, 3 പേര് ഇയാളെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തുന്നത് നമ്മൾ കാണുകയാണ്. അയാളെ അടിച്ചും ചവിട്ടിയും വീഴുന്നിടത്തുനിന്ന് അയാൾ എഴുന്നേറ്റ് ഓടാൻ ശ്രമിക്കുന്നു. അപ്പോൾ അയാളെ വെട്ടി ഇരുമ്പ് കമ്പിക്ക് അടിച്ചു വീഴ്ത്തി തലക്കിട്ടും ദേഹത്തും അടിക്കുകയും ചവിട്ടുകയും ക്രൂരമായി അയാളെ കൊലപ്പെടുത്തുന്നത് നമുക്ക് കാണാം. നിസ്സഹായനായി തറയിൽ കിടക്കുന്ന ആള് അയാൾക്ക് ജീവച്ഛവം പോലെ കിടക്കുന്ന തോന്നി. ഈ സമയത്ത് ഈ കൊലപാതകവും ഈ അടിപിടിയും ഈ വെട്ടും കുത്തും അതോടൊപ്പം തന്നെ ആ കല്ലെടുത്തെറിയുന്ന ചില രംഗങ്ങൾ വരെ. ഇത് പ്രതിരോധിക്കാൻ ഒരാൾ അവിടെ നിൽക്കുന്ന ഒരു പട്ടി, അത് കുരച്ചുകൊണ്ട് ഇവരുടെ ദേഹത്ത് അടുത്തേക്ക് വരെ വരുന്നുണ്ട്. ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ആ പട്ടിയുടെ ശ്രമം നമ്മൾ കരഞ്ഞു പോകും. കാരണം കുരച്ചുകൊണ്ട് ഇവരുടെ 3 അടുത്ത് ചാടി വരുന്ന കാഴ്ചയാണ് ഞാൻ കാണുന്നത്. ആള് തറയിൽ കിടക്കുന്നുണ്ട്. ആ പട്ടിക്ക് മനസ്സിലായി അപകടമാണ്, ഇയാളെ കൊല്ലുകയാണ്. പട്ടികൾ തമ്മിൽ വഴക്കുണ്ടാക്കുന്ന ശൗര്യം നിറഞ്ഞ ആ ശണ്ടകളൊക്കെ എത്രയോ കണ്ടിരിക്കുന്ന പട്ടിയാണത്. ഒരാളെ തറയിൽ വീഴ്ത്തി കല്ലുകൊണ്ട് പുറത്തിടുന്നതും ആ കമ്പിക്ക് അടിക്കുന്നതും ഒക്കെ കണ്ട് അതിദാരുണമായ രംഗം ആ പട്ടി സാക്ഷിയായിട്ട് നിൽക്കുകയാണ്. പല സന്ദർഭത്തിലും കുരച്ചു ചാടി അവരെ പിന്തിരിപ്പിക്കാൻ നോക്കി, അവരതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അയാൾ മരിച്ചു എന്ന് തോന്നിക്കഴിഞ്ഞപ്പോൾ അവര് മുന്നോട്ട് നടന്നിട്ട് തിരിച്ചു വന്ന് ജീവനുണ്ടോ എന്ന് നോക്കി. അതിനുശേഷം ഒരു കല്ലെടുത്ത് നെഞ്ചിലേക്ക് ഇട്ടു. വീണ്ടും ഒരു കല്ലെടുത്ത് ഇടുന്നു. അത് തലയിലും മുഖത്തുമായിട്ട് വീണിട്ടുണ്ട്. ആള് മരണമടഞ്ഞു. ഈ സമയം വരെ പട്ടി കുരച്ചുകൊണ്ട് നിൽക്കുകയാണ്. അവര് വാള് വീശുമ്പം പട്ടി ഓടി റോഡിലേക്ക് പോയി. അവിടെ നിന്ന് നോക്കുന്നതും കാണാം. ഇത്ര ദാരുണമായ ഒരു കൊലപാതകമാണ് ഈ ഗുണ്ടകൾ നടത്തുന്നത്. CCTV ദൃശ്യത്തിൽ ഏതായാലും ആളെ തിരിച്ചറിഞ്ഞു. അതിൽ വട്ടപ്പാറ സ്വദേശി കിരൺ കൃഷ്ണ, അയാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അഖിൽ എന്ന് വിളിക്കുന്ന ആളും സുമേഷ് എന്ന് വിളിക്കുന്ന ആളെയും ഒളിവിലാണ്. കാറിലിരുന്ന ആളും ഒളിവിലാണ്. ഒരു ഇന്നോവ കാറിലാണ് ഇവർ 4 പേരും വരുന്നത്. 3 പേരാണ് ഈ കൊലപാതകം നടത്തിയത്. ഒരാൾ കാറിൽ ഇരുന്നു. ഈ സംഭവമായിട്ട് ബാറിലുള്ള തർക്കമാണ് പറയുന്നെങ്കിലും അഖിലും വിനീതും ഒളിവിൽ പോയ 2 പേര് അവര് 5 വർഷം മുമ്പ് അവര് കരമനെ തന്നെ അനന്തു വധക്കേസിലെ പ്രതികളാണ്. എങ്ങനെയാണ് ഒരു കൊലപാതക കേസിലെ പ്രതികൾ 5 വർഷം കഴിഞ്ഞ് നിർദാക്ഷിണ്യം അല്ലെങ്കിൽ യാതൊരു പോലീസിനോ നിയമത്തിനോ വിലയും കൽപ്പിക്കാതെ വീണ്ടും വന്ന് ഒരാളെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തുന്ന രംഗമാണ് കാണുന്നത്. കേരള പോലീസ് ഇത് ശ്രദ്ധിക്കണം. ഒരു കൊലപാതകം എവിടെയെങ്കിലും കേരളത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ ആ കേസെടുക്കുന്ന ഉദ്യോഗസ്ഥൻ എത്ര ട്രാൻസ്ഫറായി എത്ര അകലത്തിൽ പോയാലും അത് വന്ന് പ്രോസിക്യൂഷനെ സഹായിച്ച് അയാളെ ശിക്ഷിച്ച് അകത്താക്കുന്ന ധാർമ്മികമായ ഉത്തരവാദിത്വമുണ്ട്, നിയമപരമായ ഉത്തരവാദിത്വമുണ്ട്. കേരള പോലീസിൽ ഞങ്ങൾ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സമൂഹത്തിലുള്ള ആളെ വെട്ടിക്കൊല്ലുന്ന ആളെ തീർച്ചയായിട്ടും അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്ത് അന്വേഷണം എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി
90 ദിവസത്തിനകം ചാർജ് കൊടുത്താൽ അയാൾ ട്രയലിൽ കിടന്ന് അയാൾ ജയിലിൽ അതുവരെ ട്രയൽ തീരുന്നിടം വരെ ജയിലിൽ കിടന്നോളൂ. കാരണം ഇയാൾക്കെതിരായിട്ട് വരുന്ന സാക്ഷികൾക്ക് ആ ഭയമില്ലാതെ മൊഴി കോടതി പറയാൻ പറ്റും. ജാമ്യത്തിരിക്കുന്ന പ്രതികളെ നിർദാക്ഷിണ്യം മറ്റവരെയും കൊല്ലാൻ ശ്രമിക്കും, ഭീഷണിപ്പെടുത്തും. അതുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥരും ഹോം ഡിപ്പാർട്ട്മെന്റും പ്രത്യേകം ശ്രദ്ധിക്കണം. കേരളത്തിലെ എവിടെ ഏതൊരാളെ കൊന്നാലും ശരി, രാഷ്ട്രീയമായിട്ടോ മതപരമായിട്ടോ വൈരാഗ്യം മുഖേനയോ അല്ലെങ്കിൽ ഡ്രഗ്സ് മുഖേനയോ അങ്ങനെ ഏത് കൊലപാതകം ഒരാളുടെ ജീവൻ എടുക്കുകയാണെങ്കിൽ ആ ആളെ പ്രതികളെ അറസ്റ്റ് ചെയ്ത് അവരെ ശിക്ഷിപ്പിച്ച് ജയിലിൽ 20 വർഷം വിടാനുള്ള ഉത്തരവാദിത്വം ആ കേസെടുക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനുണ്ട്. അതിനിടയ്ക്ക് ചിലപ്പം പൊളിറ്റിക്കലായിട്ടൊക്കെ പല ട്രാൻസ്ഫറും വരാം, ചിലപ്പം കാസർഗോഡ് പോയെന്നും വരാം. ആ കേസിന്റെ ട്രയൽ സമയത്ത് കോടതിയിൽ അഡ്വക്കേറ്റിന്റെ ഒപ്പം പ്രോസിക്യൂഷൻ വക്കീലിന്റെ ഒപ്പം വന്നിരുന്ന് പ്രതികളെ ശിക്ഷിപ്പിക്കാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വം അവർക്കുണ്ട്. കേരളത്തിൽ ഇതൊന്നും നടക്കുന്നില്ല. ഒരു പോലീസ് സ്റ്റേഷനിൽ ചാർജ് വിട്ട് പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഉത്തരവാദിത്വം തീർന്നു എന്നാണ്. അങ്ങനെയല്ല. ഒരു കേസ് എടുക്കുന്ന ഒരാൾ അന്വേഷണം ചാർജ് ഷീറ്റ് കൊടുക്കുന്നതിന് മുമ്പെങ്ങാനും ട്രാൻസ്ഫർ ആയി പോയാൽ അത് കൊടുക്കുന്ന ആളുമായിട്ട് സഹകരിച്ച് അടുത്തിരുന്ന ആളുകൾ കൃത്യമായ കുറ്റചാർജ് കോടതിയിൽ ഹാജരാക്കി ഇങ്ങനെയുള്ളവന്മാർക്ക് 20 വർഷം അല്ലെങ്കിൽ ജീവപര്യന്തം തടവ് ശിക്ഷ കൊടുക്കേണ്ടത് ആ കേസെടുത്ത ഉദ്യോഗസ്ഥനാണ്. എന്തുകൊണ്ടാണ് കരമനയിലുണ്ടായ അനന്തു വധക്കേസിലെ 2 പ്രതികൾ 5 വർഷം കഴിഞ്ഞപ്പോൾ ഇവിടെ വന്ന് വളരെ കൂളായിട്ട് വന്ന് ഒരാളെ കൊല്ലുന്നത്? എന്ത് പറ്റി അനന്തു കേസിന്? കേരളത്തിലെ പല കേസിലും രാഷ്ട്രീയമായും സ്വാധീനം ഉപയോഗിച്ച് കേസിലെ പ്രതികളെ വിട്ടുപോകുന്ന പല ചരിത്രങ്ങളും നമുക്ക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത്ര നിഷ്ഠൂരമായ കൊലപാതകം നമ്മൾ കണ്ടു. ഈ കേസിലെ പ്രതികൾ 3 പേരുണ്ട്, ഒരാൾ കാറിലിരുന്നുണ്ട്, 4 പേരുണ്ട്. 4 പേരെയും അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരിനി മരണം വരെ പുറലോകം കാണാൻ പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പോലീസിന്റെ കൺട്രോളിൽ, ലോ ആൻഡ് ഓർഡറിൽ കൺട്രോളിൽ ആ സമൂഹത്തെ നിർത്താൻ ഒക്കുള്ളൂ. അത് ഹൃദയഭേദകമായ ഒരു കാഴ്ചയായിരുന്നു ആ കൊലപാതകം കേരളത്തിലെ ജനങ്ങൾ കാണുന്നത്, ലൈവായിട്ട് കണ്ടു. എന്തായാലും ഇതുപോലെയുള്ള ക്രിമിനലിനെ ഒന്നും നമ്മുടെ സമൂഹത്തിനോ ആ കുടുംബത്തിലെ മാതാപിതാക്കൾക്കോ ആവശ്യമില്ല. അതുകൊണ്ട് ഇതുപോലെയുള്ള മർഡറുകൾ തടയണം. ഈ പ്രതികൾ ഇനി പുറം ലോകം കാണരുത്. അവരെ ഒരാളെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്, മറ്റ് 2 പേരെ ലഭിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിലെ കാറ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഏതായാലും DCP ജിതിൻ രാജ് രംഗത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹം ഈ കേസിന്റെ പ്രതികളെ അറസ്റ്റ് ചെയ്ത് സാക്ഷികളെ കൃത്യമായി കോടതിയിൽ ഹാജരാക്കണം. 90 ദിവസത്തിനകം ട്രയൽ തുടങ്ങണം. കാരണം സാക്ഷികൾക്ക് വേണ്ട സംരക്ഷണം കൊടുക്കണം. പ്രതികളും പ്രതികളുടെ കൂടെ നടക്കുന്ന മറ്റ് ക്രിമിനലുകളും സാക്ഷികളെ പോയി വരട്ടിയാണ് പലരും കേസിൽ നിന്ന് രക്ഷപ്പെടുന്നത്. അതിനി കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഏതായാലും ഒരു ധാർമ്മിക വശം നമുക്കുണ്ട്. ആ പട്ടി കുരച്ച് അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു ധാർമ്മിക വശമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് ഇതുപോലെയുള്ള കൊലപാതകങ്ങൾ കേരളത്തിൽ ഉണ്ടാകരുത്. അത് തടയാനുള്ള സംവിധാനം കേരള പോലീസും അതുപോലെ അതിൽ ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥരും അത് ശ്രമിക്കണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന.